കരിമ്പ് ജ്യൂസ് കടയിലെ ചണ്ടി കണ്ടിട്ടുണ്ടോ? കരിമ്പിൻ്റെ ചണ്ടി. അതുപോലെയാണ് അവിഹിതത്തിൽ ഏർപ്പെട്ട പെണ്ണെന്ന. അത് നുണയുമ്പോഴൊക്കെ നല്ല രസമായിട്ട് തോന്നും, മധുരമായിട്ട് തോന്നും. പക്ഷേ അവസാനം കരിമ്പിൻ്റെ ചണ്ടി പോലെ ആർക്കും വേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് നിന്നെ വലിച്ചെറിയും. അതുകൊണ്ട് ഗേറ്റിന് പുറത്ത് നിർത്തേണ്ടവരെ നിർത്തുക തന്നെ വേണം. നിന്റെ ജീവിതത്തിലെ ഒരു സ്പേസ് ഒരു അന്യ പുരുഷന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ പരമാവധി തനിക്കാക്കി വടക്കാക്കി ആർക്കും വേണ്ടാതെയാക്കും. അറബിയിൽ പറയാറുണ്ട്, ഇദാ അറദ്ത ഖത്ല ശഖ്സിൻ ഫഹ്തല്ല ഖൽബഹു ഫലൻ യജിദ് മകാനൻ ലയഈശു ഫീഹി. ഒരാളെ കൊല്ലാനുള്ള ഏറ്റവും നല്ല മാർഗം കൃത്രിമ സ്നേഹം അവരിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ്, അവരുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതിൽ അവരിങ്ങനെ അകപ്പെട്ടിട്ട് വേറെ ജീവിക്കാൻ ഒരു മാർഗം അവർക്ക് എത്ര ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും ഇവൻ അഡിക്റ്റായിട്ട് അങ്ങനെ ജീവിച്ചോളും. എന്നിട്ട് അവസാനം അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് ചോദിച്ചാൽ ഫയഹലിക്ക്, ആ ആളങ്ങ് നശിച്ചു പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ഒറ്റ കാര്യം, നിന്റെ ഭർത്താവിനേക്കാൾ, നിന്റെ ഉപ്പയേക്കാൾ, നിന്റെ ആങ്ങളയേക്കാൾ അധികം ഒരാൾ കൂടുതൽ നിന്നോട് സ്നേഹം നിന്റെ കാര്യത്തിൽ കാണിക്കുന്നു എങ്കിൽ ഉറപ്പിച്ചോ, അവനക്ക് തനിക്കാക്കി വടക്കാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്ന്. നിന്ന് കൊടുക്കരുതേ സഹോദരിമാര്. അങ്ങനെ അതിൽ പെട്ടുപോയിട്ട് ഇന്നൊരു പ്രത്യേക ട്രോമയിൽ പെട്ട് അതല്ലെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. ഇതിൻ്റെയൊക്കെ അവസാനം എന്താണെന്നറിയോ? ഇതിൻ്റെയൊക്കെ അവസാനം തീരാ നഷ്ടമാണ്. ഇതിൻ്റെയൊക്കെ അവസാനം എന്ന് പറയുന്നത് വലിയ സങ്കടവും വിഷമവും കുടുംബം തന്നെ ഇല്ലാതായി പോകുന്നൊരവസ്ഥയാണ്. നല്ല സന്തോഷത്തോടു കൂടെ ജീവിച്ചിരുന്ന ഒരുപാട് സ്ത്രീകൾ ആരോടും മിണ്ടാതെ ഒരു പ്രത്യേക ട്രോമയിൽ ജീവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ചില ആളുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്പേസ് കൊടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് ഗേറ്റിന് പുറത്ത് നിർത്തേണ്ടവരെ ഗേറ്റിന് പുറത്ത് തന്നെ നിർത്തണം. നിന്റെ ഭർത്താവ്, നിന്റെ ഉപ്പ, നിന്റെ ഉമ്മ അവരൊന്നും അഭിനയിക്കുന്നവരല്ല. സോഷ്യൽ മീഡിയയിൽ നിന്ന് പരിചയപ്പെട്ട ഒരു കൃത്രിമ ഒരു നാടകം അഭിനയിച്ചു കൊണ്ടാണ് നിന്റെ മുന്നിൽ അവനൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. അവനക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്. അവന് എന്തോ ആഗ്രഹിക്കുന്നു നിന്നിൽ നിന്ന്. അത് തീരും വരെ നിന്നെ കൊണ്ട് നടക്കും. തീർന്നു കഴിഞ്ഞാൽ ആർക്കും വേണ്ടാത്ത കരിമ്പിൻ്റെ ജ്യൂസിലെ ചണ്ടിയാണ് നീ എന്ന് മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് ഒരാൾക്കും, അന്യപുരുഷന്മാരായ ഒരാൾക്കും നിന്റെ ജീവിതത്തിൽ നീ ഒരു സ്പേസും കൊടുക്കരുത്. കാരണം ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൂന്നാമത് ഒരാൾ ഇബ്ലീസ് വന്നു ചേരും.